بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا النور بهم صدق. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ ശവ്വാലമ്പളി സ്റ്റാർ ക്വസ്റ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപാട് പരിപാടികൾ നമ്മൾ കേട്ടു അല്ലേ? കുട്ടികളുടെ വ്യത്യസ്ത പരിപാടികളിലൂടെയാണ് നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാളാവുമ്പോൾ സ്റ്റാർ ക്വസ്റ്റ് കുട്ടികളുടെ ഒരു മാമാങ്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഇതുപോലെ നല്ല പാട്ട്, പ്രസംഗം ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ അവതരിപ്പിക്കുന്നത് മിന്ന മനാലാണ്. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിന്ന മനാലിൻ്റെ ഒരു അടിപൊളി പാട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർക്കാലോ, ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർക്കാലോ, ആ മാല തീർക്കാൻ നൂല് തികയാതാകെ വലയൂലോ, ആകെ വലയൂലോ. ഉപ്പ ചൊല്ലിയ കഥകൾ ഒന്നൊന്നായി ഓർത്താലോ, ഉപ്പ ചൊല്ലിയ കഥകൾ ഒന്നൊന്നായി ഓർത്താലോ, ആ ചെപ്പിലിനിയും പറയാ കഥകൾ ബാക്കിയാവൂലോ. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർക്കാലോ. അബവായിലുറങ്ങുമൊരുമ്മ നബിയോരുടെ പൊന്നുമ്മ, അബവായിലുറങ്ങുമൊരുമ്മ നബിയോരുടെ പൊന്നുമ്മ, ആമിനബി മുത്തം നൽകിയ മുത്തു ആലമിനാകെയും നന്മ, ആമിനബി മുത്തം നൽകിയ മുത്തു ആലമിനാകെയും നന്മ, ആമിനബി മുത്തിയ മുത്ത് ആലമിനാകെ റഹ്മത്ത്, ആമിനബി മുത്തിയ മുത്ത് ആലമിനാകെ റഹ്മത്ത്. 6 കൊല്ലമല്ലേ പാർത്തതുള്ളൂ നബിയുമ്മയുമൊത്ത്, 6 കൊല്ലമല്ലേ പാർത്തതുള്ളൂ നബിയുമ്മയുമൊത്ത്. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർക്കാലോ, ആ മാല തീർക്കാൻ നൂല് തികയാതാകെ വലയൂലോ, ആകെ വലയൂലോ. ഫാത്തിമത്തു സഹ്റ നബിയോരുടെ കരളാ, ഫാത്തിമത്തു സഹ്റ നബിയോരുടെ കരളാ, ഫാത്തിമത്തു സഹ്റ ഹാത്തിം നബിയോരുടെ പൊരുളിൻ കരളാ, ഫാത്തിമത്തു സഹ്റ ഹാത്തിം നബിയോരുടെ പൊരുളിൻ കരളാ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അതിമനോഹരമായൊരു പാട്ടാണ് മിന്ന മനാൽ. ഒരു പുതിയ ഒരു പാട്ടായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഉമ്മ തന്നൊരു ഉമ്മ കൊണ്ടൊരു മാല തീർക്കാലോ എന്ന് തുടങ്ങുന്ന, എന്താ പറയുക, അത്രയും സൂപ്പറായിരിക്കുന്നു മിന്ന മനാൽ. അടിപൊളിയായിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കം നമ്മളിങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു അറബി സോങ്ങാണ്. ഹാഷിർ അഹമ്മദ് പി ആണ് അവതരിപ്പിക്കുന്നത്. AMLPS അട്ടാശ്ശേരി 3ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കനാണ് ഹാഷിർ. കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും.
أنشد أمامكم هذا الشعر أنة فلسطين بقلم أحمد صداة المدني في بحر رمل. خير ما فيه تعلوا راملوا فاعلات فاعلات فاعل إنما الأرض الرخاء جاليا حاول الأعداء حقا فانيا يا فلسطين ضبوا قيما أنت عز قد تكون ناجيا فتشوا الوحشي دون رحمة استمروا الحقد قالوا قاسيا جاسم المنازل هم فاشلون أوقظوا البيوت كل فانيا لا هناء عند قربي يائسا ليس بعد أبشروا بالخير يا فيما ذنب مزقوا يا عاهل اسمعوا صوتا بكاء خاشيا نشتهي الأمن السلام دائما. മാഷാ അല്ലാ. അപ്പോൾ ഹാഷിർ അഹമ്മദ് പി, ഹാഷിർ അഹമ്മദാണ് ഇപ്പോൾ ഈ ഒരു അറബിക് സോങ് നമുക്ക് വേണ്ടി ആലപിച്ചത്. ഹാഷിർ അഹമ്മദിൻ്റെ പാട്ടിന് ശേഷം ഹിലാൽ ജാസിർ മറ്റൊരു പാട്ടുമായി വരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനാണ്. ഫീൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേൾക്കാം. ഹിലാൽ ജാസിർ. കാലത്തെന്നുമുണരേണം കയ്യും മുഖവും കഴുകേണ പല്ലും വായും ശുദ്ധിയാക്കി ശുദ്ധി വരുത്തേണം സുബഹിൻ റബ്ബിന് കുനിയേണം രാവിലെ തന്നെ കുളിക്കണം ഉമ്മ തരുന്നൊരു ആഹാരം ചവച്ചരച്ച് കഴിക്കണം ചെളിയില്ലാത്തൊരുടുപ്പിട്ട് തോളിൽ ബാഗും തൂക്കിയിട്ട് ചുണയായി ക്ലാസ്സിൽ പോകണം. മാഷാ അല്ലാ. ഹിലാൽ ജാസിർ കൊച്ചു മിടുക്കന്മാർക്കുള്ള ഒരു പാട്ടാണ്. നല്ല ഉപദേശമടങ്ങിയ കാലത്ത് നിന്നും ഉണരേണം. നല്ല നല്ല ശീലങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഹിലാലെ അവതരിപ്പിച്ചത് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഹിലാൽ ജാസിറിൻ്റെ പരിപാടിക്ക് ശേഷം ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ റയ്യാനാണ് നമ്മുടെ കൂടെ വരുന്നത്. ഗ്രേഡ് 3 സ്കൂൾ ഓഫ് ഖുർആൻ പരപ്പനങ്ങാടിയിലെ ഗ്രേഡ് 3 പഠിക്കുന്ന റയ്യാനിൻ്റെ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു മലയാള പ്രഭാഷണമാണ്, കേട്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാം എന്നത് ഒരു മതം മാത്രമല്ല, അതൊരു പൂർണ്ണമായ ജീവിത രീതിയാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടണം എന്നെല്ലാം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിക ജീവിതം ആത്മശുദ്ധിയും നന്മയും നിറഞ്ഞതായിരിക്കണം. ഒരു മുസ്ലിം ദിവസം 5 നേരം നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ ഓർക്കുന്നു. സത്യസന്ധതയും സഹനത്തെയും തന്റെ ജീവിതത്തിൽ നടപ്പാക്കുന്നു. ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകും. ഇസ്ലാമിക ജീവിതം കരുണ നിറഞ്ഞതാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അനാഥർക്കും ദാരിദ്ര്യർക്കും സഹായം നൽകുക, ന്യായം പാലിക്കുക, ഇവയാണ് ഒരു സത്യ മുസ്ലിമിന്റെ ലക്ഷണങ്ങൾ. ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള ക്ഷമ ആയിരിക്കണം. ലോകസുഖം മാത്രമല്ല, പരലോക വിജയം
ലക്ഷ്യമാക്കുന്ന ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നാം എല്ലാവരും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും സത്യത്തിനും നന്മക്കും വേണ്ടി ജീവിക്കാനും ശ്രമിക്കണം. അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഖൽബി അലാ ദീനിക്ക്. ഇത് നമ്മളെ എപ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ദീനിനെ കൂടുതൽ അറിയാനും അവ ജീവിതത്തിൽ പകർത്താനും നാം ശ്രമിക്കണം. ദീൻ അനുസരിച്ച് ജീവിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. വഹർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ വളരെ നല്ല ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രഭാഷണം, കുഞ്ഞു പ്രഭാഷണമാണ് റയ്യാൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റയ്യാൻ്റെ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ ഇനി കേൾക്കുന്നത് അഷ്ലിൻ സോയ അവതരിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രഭാഷണമാണ്. MES സെൻട്രൽ സ്കൂൾ തിരൂരിൽ LKGയിൽ പഠിക്കുന്ന അഷ്ലിൻ സോയ. Assalamu alaikum. I talk about Ramadan. Ramadan is the month of Islamic calendar. We are fasting holy month. That is, we are far away from eating, drinking, and sinful acts. The month of Ramadan starts with the sighting crescent moon and consists of 29 or 30 days. According to our belief, during this month there is and saints, doors of heaven are opened, and doors for hell are closed. During this month, Allah sent first verse of Quran to Muhammad Rabi during the night Laylatul Qadr. Laylatul Qadr is night of power, value, destiny, and the night of measure, and it had enormous mercy. Allah Almighty. മാഷാ അല്ലാ. അഷ്ലിൻ സോയയുടെ കുഞ്ഞു പ്രഭാഷണം കേട്ടില്ലേ? LKGയിലാണ് കേട്ടോ. LKGയിലാവുമ്പോൾ ഇത്രയും മനോഹരമായിട്ടൊക്കെ അവതരിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പോൾ അഷ്ലിൻ സോയയുടെ ഈ കുഞ്ഞു പ്രഭാഷണത്തിന് ശേഷം ഇനി പാട്ട് കേട്ടാലോ? പാട്ട് കേൾക്കാം അല്ലേ? ഷാസിം MK ആണ് പാട്ട് പാടിത്തരുന്നത്. 1ാം ക്ലാസ്സിലാണ് അപ്പോൾ ഷാസിം ഉള്ളത്. കേൾക്കാം. പൈതങ്ങളൂഞ്ഞാലിലാടും പറുദീസ, ഹൃദയങ്ങളിൽ നനവിലെഴുതുന്നു ഗസ്സ. പൈതങ്ങളൂഞ്ഞാലിലാടും പറുദീസ, ഹൃദയങ്ങളിൽ നനവിലെഴുതുന്നു ഗസ്സ. ഇരവിൻ്റെയകം തൊട്ട പ്രാർത്ഥനയാകും, ഇരവിൻ്റെയകം തൊട്ട പ്രാർത്ഥനയാകും. ഇരുകരങ്ങളിൽ കുഞ്ഞുമുഖങ്ങളെ കാണും, ഇരുകരങ്ങളിൽ കുഞ്ഞുമുഖങ്ങളെ കാണും. അല്ലാഹുമ്മൻസുരിൽ ഇഖ്വാനിനാ ഫീ ഫിലസ്തീൻ, അല്ലാഹുമ്മൻസുരിൽ മുജാഹിദീന ഫീ ഗസ. വിശപ്പിനാലെ വാടി വീണ് പൂമൊട്ടുകൾ വിരുന്നൊരുക്കി കാത്തിരുന്നു ജന്നത്തിൻ മലക്കുകൾ. വിശപ്പിനാലെ വാടി വീണു പൂമൊട്ടുകൾ വിരുന്നൊരുക്കി കാത്തിരുന്നു ജന്നത്തിൻ മലക്കുകൾ. വിയോഗവേദനയിൽ വാനിനാഥനെ സ്തുതിച്ചവർ, വിയോഗവേദനയിൽ വാനിനാഥനെ സ്തുതിച്ചവർ. വിരോചിതൻ കുദുസിനായ കൽബുറിച്ച വാഹകർ. പൈതങ്ങളൂഞ്ഞാലിലാടും പറുദീസ,
ഹൃദയങ്ങളിൽ നനവിലെഴുതുന്നു ഗസ. മാഷാ അല്ലാ. അപ്പോൾ ഷാസിം MR അവതരിപ്പിച്ചിരിക്കുന്ന മലയാളം സോങ് കേട്ട് കഴിഞ്ഞു. ഇനി ഹാദിയ ജാസിറിൻ്റെ ഗാനത്തിലേക്കാണ് പോകുന്നത്. ഫിൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂളിൽ തന്നെയാണ് ഹാദിയ ജാസിർ. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹാദിയയുടെ പാട്ടിലേക്ക്. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന മധുരക്കനിയാണ് എന്നുമ്മ. തളരാതിരിക്കാൻ താങ്ങായി മാറിയ കാവലിൻ പേരാണ് പൊന്നുപ്പ. കാവലിൻ പേരാണ് പൊന്നുപ്പ. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന മധുരക്കനിയാണ് എന്നുമ്മ. നല്ലത് ചൊല്ലി നേർവഴി കാട്ടി നേരെ നടത്തിയതവരാണ്. നല്ലത് ചൊല്ലി നേർവഴി കാട്ടി നേരെ നടത്തിയതവരാണ്. തിന്മതൻ ചൂടെന്നിൽ തട്ടാതിരിക്കാൻ തണലായി മാറിയതവരാണ്. തണലായി മാറിയതവരാണ്. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന മധുരക്കനിയാണ് എന്നുമ്മ. തളരാതിരിക്കാൻ താങ്ങായി മാറിയ കാവലിൻ പേരാണ് പൊന്നുപ്പ. കാവലിൻ പേരാണ് പൊന്നുപ്പ. ചേന്ന് ചൊന്നാൽ തെറ്റാണതെന്ന് ഓതിപ്പടിപ്പിച്ചു അല്ലാഹു. ചേന്ന് ചൊന്നാൽ തെറ്റാണതെന്ന് ഓതിപ്പടിപ്പിച്ചു അല്ലാഹു. പ്രാർത്ഥന ദിനവും പതിവാക്കിടാനായി നമ്മെ പഠിപ്പിച്ചു അല്ലാഹു. നമ്മെ പഠിപ്പിച്ചു അല്ലാഹു. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന മധുരക്കനിയാണ് എന്നുമ്മ. തളരാതിരിക്കാൻ താങ്ങായി മാറിയ കാവലിൻ പേരാണ് പൊന്നുപ്പ. കാവലിൻ പേരാണ് പൊന്നുപ്പ. മാഷാ അല്ലാ. അപ്പോൾ ഹാദിയമോൾ പാടിയ പാട്ടില്ലേ, താരാട്ടുപാട്ടിനെന്ന് തുടങ്ങുന്ന പാട്ട്, നമ്മൾ പലപ്പോഴും കേട്ട പാട്ടാണ്. എന്നാലും മാക്സിമം നന്നായിട്ട് തന്നെ പാടാൻ വേണ്ടി ഹാദിയ ശ്രമിച്ചിരിക്കുകയാണ്. പീസ് റേഡിയോ ശവ്വാലമ്പിളി സ്റ്റാർ ക്വസ്റ്റ് എത്ര എപ്പിസോഡായിട്ടാണ് നമ്മളിങ്ങനെ പോകണമെന്നോ. ഇന്നലെ മുതൽ തുടങ്ങിയല്ലേ. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് വീണ്ടും സ്റ്റാർ ക്വസ്റ്റ്യനെ കേൾക്കുകയാണ്. കുറച്ച് എപ്പിസോഡിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ എപ്പിസോഡിൻ്റെ അടുത്തൊരു ഘട്ടത്തിൽ റീമ അബ്ദുറഹ്മാനാണ് കൂടെ വരുന്നത്. അൽ ഫിത്ര ഇസ്ലാമിക് സ്കൂളിലാണ് അരിപ്രയിലെ ലെവൽ 1 പഠിക്കുന്ന റീം അബ്ദുറഹ്മാൻ. ആരാണ്? റീം അബ്ദുറഹ്മാൻ നമ്മുടെ കൂടെ ചേരുന്നു മലയാള ഗാനവുമായി. മിന്നുത്തത്തെ പാടിപ്പോകണ എണ്ണോട്ട, മാലത്തേക്ക് പടക്കണം, കാഴ്ചകൾ പലതും കാണണം. അക്ഷരച്ചെപ്പിൽ ഉള്ളിലിരിക്കും മുത്തുകൾ വാരിക്കൂട്ടണം. കാടും മലയും പുഴയും കടന്ന് അറിവിൻ ഉറവകൾ തേടണം. മുത്തുകൾ വാരിക്കൂട്ടാനായി കൂട്ടുകൂടി രസിക്കാനായി കൂട്ടരെ നിങ്ങൾ പാടുന്നോ, മിന്നുവിനൊപ്പം കൂടുന്നോ. മാഷാ അല്ലാ. റീം അബ്ദുറഹ്മാൻ ആലപിച്ചിരിക്കുന്ന ഈ കുഞ്ഞു പാട്ട് കേട്ടില്ലേ, തത്തമ്മയെക്കുറിച്ചുള്ള പാട്ട്. മിന്നിത്തത്തേ മിന്നിത്തത്തേ അല്ലേ. ഇങ്ങനത്തെ നല്ല നല്ല കുഞ്ഞു കുട്ടികളുടെ പാട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അവർ അവതരിപ്പിക്കാറുള്ളത്. റീമും നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. മാഷാ അല്ലാ. റീമിന് ശേഷം ഇനി അടുത്തൊരു ആയിഷ സാദിഖ്, ഫിൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂൾ തിരൂരിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ സാദിഖിൻ്റെ അറബിക് സോങ് ആണ് ഇനി. هلك سر عند الله بينك أنت وبين
بين الله هل لك صدقات تحوى لا يعلمها إلا الله قصص لا تكشف إلا بكتابك حين ترى الله ما أحراك بهذا أن يكبر قدرك عند الله. മാഷാ അല്ലാഹ്. ഇപ്പോൾ പാട്ട്, പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, മലയാള പ്രസംഗം, കുഞ്ഞു നഴ്സറി പാട്ടുകൾ, വലിയ പാട്ടുകൾ, ഇപ്പോൾ അവിടെ ഒരു നല്ല അറബിക് സോങ് അല്ലേ, ഇത് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ആയിഷ സാദിഖ്. നമുക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഇനി ഫാദിയ മറിയം കെ ആണ് കൂടെയുള്ളത്. മലയാള പാട്ടുമായിട്ട് തന്നെയാണ്. AMUP സ്കൂളിലാണ് മോൾ പഠിക്കുന്നത്. അപ്പോൾ ഫാദിയ മറിയം അവതരിപ്പിക്കുന്ന ഗാനത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫാദിയ മറിയം. ഞാൻ വെട്ടത്തൂർ AMUP സ്കൂളിൽ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ എഴുതിയ ഒരു പാട്ടാണ് പാടുന്നത്. പ്രാർത്ഥനയാണ് ആയുധം. കളിയില്ല, ചിരിയില്ല, വീടില്ല, കൂടെയില്ല, കൂടെ പിറപ്പുകളാരുമില്ല. പട്ടിണിയാൽ കഴിയുന്ന മനുഷ്യർക്കു വേണ്ടി എന്തു ചെയ്യാനാകും കൂട്ടുകാരി. വയറു നിറച്ച് പൈതാഹമടച്ച് ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ വെള്ളവും ഭക്ഷണവുമില്ലാതെ കഴിയുന്ന മക്കൾക്കു വേണ്ടി എന്തു ചെയ്യും? കണ്ണീരിൽ മുങ്ങി മയ്യത്ത് നോക്കി മകനും ഇതിലെവിടെ? ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ അവരെവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഖുദ്സിന്റെ മണ്ണിലെ മക്കൾക്കു വേണ്ടി എന്തു ചെയ്യും നാം, എന്തു ചെയ്യും? പ്രാർത്ഥനയല്ലാതെ ഒരു വഴിയുമില്ല. പ്രാർത്ഥന തന്നെയാണ് ആയുധം. പ്രാർത്ഥന തന്നെയാണ് ആയുധം. ശുക്രൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ ഫാദിയ മറിയം അവതരിപ്പിച്ചിരിക്കുന്ന മലയാളം ഗാനം. ഫാദിയ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഫാദിയ മറിയമിൻ്റെ പ്രോഗ്രാമിന് ശേഷം ഇനി തൽഹയാണ്. അൽമനാർ സ്കൂൾ രണ്ടത്താണിയിൽ പഠിക്കുന്ന ത്വൽഹയുടെ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ത്വൽഹയുടെ ഗാനം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്തുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ. ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും, ഉലകിൽ ചിറകുയർത്തിപ്പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി,
എത്ര മക്കളോടി ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി, എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടി ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണ് എൻ്റെ ഹാജത്ത്, ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഉമ്മയെക്കുറിച്ച് അതിമനോഹരമായ ഗാനം. ഉമ്മയെക്കുറിച്ച് എത്ര പാടിയാലും നമുക്കത് മതിവരാത്ത രൂപത്തിലുള്ള പാട്ടുകളാണ് ധാരാളമുള്ളത്. വ്യത്യസ്ത പാട്ടുകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. ഈ പാട്ട് അതിലെ ഏറെ വ്യത്യസ്തമായ, വളരെ ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ് അല്ലേ. ത്വൽഹ ഗംഭീരമായി അത് പാടിയിരിക്കുകയാണ്. ത്വൽഹക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ശവ്വാലമ്പളി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഈ എപ്പിസോഡിൽ ഹിദായ ഷഫീഖാണ് ഇനി കൂടെ വരുന്നത്. HIHSS എടവനക്കാട്, എറണാകുളം ജില്ലയിലെ എടവനക്കാടിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിദായ ഷഫീഖിൻ്റെ ഗാനത്തിലേക്ക്. അസ്സലാമു അലൈക്കും. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഊരിലയായെങ്കിൽ, മക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൻതരിയായെങ്കിൽ, മുത്ത് ബിലാലിൻ്റെ ബാങ്കൊളി പരത്തണ കാച്ചലയായെങ്കിൽ, മമ്പരാമമ്പിനാൻ അന്നുള്ള നാട്ടിനാൻ അന്നു പിറന്നെങ്കിൽ, അന്നു പിറന്നെങ്കിൽ, മക്കത്തെ പൂത്തൊരു ഈന്തമരത്തിലെ ഊരിലയായെങ്കിൽ, മക്കത്തെ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൻതരിയായെങ്കിൽ. മാഷാ അല്ലാ. ഹിദായ ഷഫീഖിൻ്റെ മലയാളം സോങ് മക്കത്തു പൂത്തൊരു എന്ന് തുടങ്ങിയ മുത്തുനബിയെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഗാനം തന്നെയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിദായ ഷഫീഖിൻ്റെ പാട്ട് വളരെ മനോഹരമായിട്ടുണ്ട്, ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാട്ടുകൾ പാടിയും പറഞ്ഞും പ്രസംഗിച്ചും മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ആയിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് പെരുന്നാൾ പിറ്റേന്നും സ്റ്റാർ ക്വസ്റ്റിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഒത്തിരി കുട്ടികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത് അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുട്ടികൾക്കും പ്രത്യേകമായ പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കൂട്ടുകാരെ. അപ്പോൾ ഇനിയും ബാക്കി എപ്പിസോഡുകളൊക്കെ നിങ്ങളുണ്ടാവുമല്ലോ അല്ലേ. നമുക്കപ്പോൾ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.